ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വഴുതനങ്ങ വെച്ചിട്ട് നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വഴുതനങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 300 ഗ്രാം വഴുതനങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തീരെ പൊടിയായിട്ടല്ല കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇത്തിരി വലിപ്പത്തിലാണ് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വഴുതനങ്ങ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ വഴുതനങ്ങ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 20 ചെറിയുള്ളി, അത് ചെറിയ സൈസാണ്, 20 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ചെറിയുള്ളിയാണ് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ ഒരു 10 ഒക്കെ മതിയാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി നീളന കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നടു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവാളയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. വല്ലാണ്ട് ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയുടെ പൊടി അധികം ആവരുത്, വല്ലാണ്ട് ഒരു കയ്പ്പ് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യണ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേർത്ത പൊടികളെല്ലാം കൂടി ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി വെക്കുകയോ ഒക്കെ ചെയ്യാം. എന്നിട്ട് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. അതുവരയ്ക്ക് നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിൽ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കണില്ല. അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് സാമ്പാർ പുളി അല്ലെങ്കിൽ വാളൻ പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച വെള്ളമല്ല, കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് തീരുമാനിക്കാം. എത്ര ഗ്രേവിയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വഴുതനങ്ങയിലേക്ക് മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് അത് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ കറി ഇവിടെ നന്നായിട്ട് തിളച്ച്
വന്നിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇതിലെ ചാറ് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം നമുക്ക് എത്രയാണോ ചാറ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കറി ഇവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ട് ചൂടാറി വരുമ്പോൾ നല്ലോണം വറ്റി ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരും. അപ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ലൊരു കളറായിട്ടും നന്നായിട്ട് കുറുകിയും എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി പുറത്താണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ കറി ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വഴുതനങ്ങ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഒരു വഴുതനങ്ങ കറിയാണ് ഇത്. അപ്പോൾ മീനൊന്നും കഴിക്കാത്തവർക്ക്, നോമ്പൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റണ ഒരു കറിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.